സമസ്തയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് നിലനിൽക്കവേ തന്നെ ഖ്വാസി ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളൊക്കെ സജീവമാവുകയാണ്. ഇന്നലെ വയനാട്ടിൽ നടന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ നേതൃസംഗമം ഖ്വാസി ഫൗണ്ടേഷന്റെ ശക്തി തെളിയിക്കുന്നതായി മാറുകയായിരുന്നു. യോഗത്തിൽ ഉമർ ഫൈസിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. പാലക്കാട് ജില്ലയിൽ കുറെ മഹല്ല്, കണ്ണൂർ ജില്ലയിൽ കുറെ മഹല്ല്, മലപ്പുറം ജില്ലയിൽ മഹല്ല്, അങ്ങനെ പല സ്ഥലത്തും. അപ്പൊ പിന്നെ ഒരു സംയുക്തം എന്ന് പറഞ്ഞാൽ വയനാട് സംയുക്തം എന്താ പറയാ, മലപ്പുറം സംയുക്തം എന്താ പറയാ, കോഴിക്കോട് സംയുക്തം എന്താ പറയാ, അവിടെ ഖാദി ഫൗണ്ടേഷന്റെ പേരിൽ ഇത് സമത്വക്കൊപ്പം സമത്വ ആദർശത്തിലുമല്ലാതെ തങ്ങളുടെ മഹലിൽ പോകുമോ, നിങ്ങളുടെ മഹലിൽ പോകുമോ? ഇതിന്റെ ഗുണം എന്താണ് എന്ന് ഇതിന്റെ പ്രവർത്തന സംതൃപ്തിയിൽ ഇതൊരു സംഘടനയല്ല. തങ്ങളുടെ മഹലിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ സമയാസമയത്ത് എത്തിച്ചു കൊടുക്കാനും ചില പ്രവർത്തനങ്ങൾ ചെയ്യാനും. പാണക്കാട് ഖ്വാസി ഫൗണ്ടേഷൻ സുന്നി മഹൽ ഫെഡറേഷന് എതിരാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചത്. സുന്നി മഹൽ ഫെഡറേഷന്റെ പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും ചടങ്ങ് ഖ്വാസി ഫൗണ്ടേഷൻ പരിപാടി പോലെയായിരുന്നു. ഇരു പ്രസ്ഥാനങ്ങളും ഒന്നെന്നു പലവുരു ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടെ സാദിഖലി തങ്ങൾ ഒന്നും അറിയുന്നില്ലെന്ന ഉമർ ഫൈസിയുടെ വിമർശനത്തിനും മറുപടിയുണ്ടായി. സതുദ്ദേശത്തോടുകൂടി തങ്ങളെല്ലാം അറിയും. ചില ആൾക്കാർ തങ്ങളൊന്നും അറിയില്ല, തങ്ങൾ അറിയാത്ത ഒരു ചലനം പോലും ഇതിൽ നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഇത് കോഴിക്കോട്ട് യോഗം നടന്ന സംഭവം നിങ്ങൾക്കറിയാമല്ലോ. 2023 ഫെബ്രുവരി 17 അന്ന് തങ്ങൾ അവിടെ വെച്ച് പരസ്യമായി പ്രസംഗിച്ചു. ഇതിന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിൽ മുഴുവൻ ഇവിടെ ഇപ്പോ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം പറഞ്ഞ ഇവിടെ ഖാദി ഫൗണ്ടേഷൻ ഒരു യോഗം നടന്നിട്ടില്ല. പിന്നെ കേരളമാകെ ഇത് ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ നടത്തുന്നുവെന്ന് വ്യാജ പ്രചരണം നടത്തിയാൽ അത് ശരിക്കും കളവല്ലേ? വയനാട്ടിലേതിന് സമാനമായി മറ്റു ജില്ലകളിലും ഇരു പ്രസ്ഥാനങ്ങളുടെയും ഒരുമിച്ചുള്ള പരിപാടികൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഇരുവിഭാഗവും ശക്തമായ ജില്ലകളിൽ പൂർണ്ണാർത്ഥത്തിൽ ഇത് നടന്നേക്കില്ല. ഖ്വാസി ഫൗണ്ടേഷൻ സമസ്തയ്ക്ക് എതിരല്ലെന്ന് പറയുമ്പോഴും സുന്നി മഹൽ ഫെഡറേഷന് പ്രാധാന്യം കുറയുന്നത് കൂടുതൽ വിമർശനം വരുത്തിവച്ചേക്കും. ന്യൂസ് മലയാളം, വയനാട്.